മുമ്പായി ഇജ്ജ പറയണമായിരുന്നില്ലടാ കാര്യങ്ങള്. പിണറായി മൂന്നാമതും വരുന്നുള്ള പറയുന്നത് വെറുതെ പറയുന്നല്ല. സഖാക്കന്മാര് വിളിച്ചാടുന്നത് വെറുതെ ഒന്നല്ല. കാരണം എന്താ അറിയോ, ഇത് നാട്ടിലൊക്കെ നടന്നു നോക്ക കാര്യങ്ങൾ. ഇപ്പൊ എൻ്റെയൊക്കെ ആലുഭാഗത്ത് BPL കാർഡിലുള്ള മഞ്ഞക്കാർഡിനും ചുവപ്പ് കാർഡിനും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കേണ്ട കണക്ഷൻ കൊടുക്കണം. ഇനിയിപ്പോ ഒരു കൊല്ലം ബാക്കിയുണ്ട്. ഈ ചങ്ങായി ഇനി എന്തൊക്കെ പാടെ ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂല. ഇനി ഒരു കൊല്ലത്തെ ബാക്കിയുണ്ട്. പിന്നെ നോക്കാച്ച് നമ്മളെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടില്ലേ, നമ്മളെ ഒരു 10 കൊല്ലം മുന്നേ എന്തായിരുന്നു നമ്മളവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ ഒക്കെ അവസ്ഥ? അതിലുള്ള മരുന്നിന് എന്തെങ്കിലും കിട്ടി നമുക്ക്? സത്യം നമ്മള് ലീഗര് ഇങ്ങനെ പിന്നെ പിണറായിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ലേ. നമ്മളെ ഒരു കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തണ്ടേ. ഭരണത്തിന്റെ മികവന്നെ. പിന്നെ ഗവൺമെന്റ് ആശുപത്രി, അതേപോലെ ഗവൺമെന്റ് പിന്നെ ഓഫീസുകൾ, അതേമാതിരി സ്കൂളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ സ്കൂളെന്നാണ് നോക്കാൻ ക്ലാസ് റൂമും കാര്യങ്ങളും. സ്കൂൾ അടക്കണതിൻ്റെ മുന്നേ ബുക്ക് നമ്മളെ ദുർബായി നിന്ന് എന്തിരുന്നു അവസ്ഥാനക്കറിയില്ലേ? ഫോട്ടോ കോപ്പി എടുത്തിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റാണ് ഓൽക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഓൽക്ക് 4 പോലെ കജ്ജിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയത് ഇതൊന്ന് പോയൊക്കെ താന്നൂര് 2 പ്രാവശ്യം അബ്ദുറഹ്മാൻ ജയിച്ചപ്പോഴേക്ക് അവിടെ ആകെ മാറ്റിമറിച്ച് 35,000 40,000 വോട്ടിന് നമ്മളെ നേതാക്കന്മാർ ജയിച്ചിരുന്ന മണ്ഡലമാണത്. അതൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം അത് നമ്മൾ ലോകസഭയിൽ വരുമ്പോൾ നമുക്ക് ആ ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്, പക്ഷെ നിയമസഭയിൽ വരുമ്പോൾ നമ്മൾ തോൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊക്കെ കുറച്ചൊക്കെ ബുദ്ധി വെച്ചൊക്കെ ഉണ്ടാവും. ഒരു ഈ പാർട്ടി നോക്കിയിട്ട് മാത്രമൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി നോക്കാം. ഇത് നോക്കാം, ഒരു ആയിക്കോട്ടെ ഉണ്ട് റോഡ് പോകണം. അങ്ങനെ തവനൂർ മണ്ഡലത്തിലും താന്നൂർ മണ്ഡലത്തിലും തിരൂർ മണ്ഡലത്തിലും ഒക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ റോഡ് പോകണ്ട. ഒരു കോഴിമുട്ട ഉരുട്ടിയാൽ ആ കോഴിമുട്ട പൊട്ടാതാണ് ഉരുണ്ട് പോകുക. ആദ്യം റോഡാണ്. പിന്നെ ഈ നാഷണൽ ഹൈവേ 66 കൂടെ യാത്ര ചെയ്തോലെ ആരെങ്കിലും ഞങ്ങൾ ഈ പാർട്ടി പോകണം. കാരണം നമ്മളെ പാർട്ടിക്കാർ പിന്നെ മുടക്കാൻ നടന്നിന്ന് എനിക്കല്ല, ഇപ്പോഴും വീഡിയോ ഇങ്ങനെ നടക്കുകയാണ്. മുടക്കാൻ നടന്നിന്നവും പിന്നെ സമരം ചെയ്തിന്നവും ഒക്കെ സഖാക്കൾ ഇപ്പോഴും ഇങ്ങനെ ആ വീഡിയോ ഇങ്ങനെ തട്ടി വിടുകയാണ്. ജനങ്ങളിതൊക്കെ കാണുമല്ലേ. പിന്നെ നമ്മൾ പിണറായി കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. നമ്മളെ ഇലക്ഷൻ ആകുമ്പോൾ ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ കുറേ ഇത് പറയും. നാടിൻ്റെ പുരോഗതി ഒന്ന് നടക്കണ്ടേ. ഇനിയിപ്പോൾ പെൻഷൻ കൊടുക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു നമ്മളൊക്കെ എതിർക്കുന്നത്. ഇപ്പം പിണറായി എന്ത് ചെയ്തില്ലാന്നല്ലേ ചോദിക്കണത്. പിണറായി ചെയ്തീനെ എതിർക്കാണ്. പിണറായി അവർ 3-4 മാസത്തെ പെൻഷൻ ബാക്കിയായപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയാണ് ബാക്കിയായി പോയി നമുക്ക് ഇലക്ഷൻ നേരിടാൻ പിന്നെ നല്ലൊരു വകുപ്പുണ്ടാവും എന്നൊക്കെ നമ്മൾ കണക്കൂട്ടി. അപ്പോൾ എന്താണ് സംഭവം? ഇപ്പോൾ ഓരോ മാസം കൊടുത്താവും തീർക്കാണ്. ഇനിയിപ്പോൾ എന്താ പോലെ ചെയ്യാന്ന് വെച്ച് ഇറങ്ങിപ്പോരുന്ന നേരത്ത് പോലും പറഞ്ഞ പെൻഷനും കൂട്ടിയിട്ട് പോലും ഇറങ്ങിപ്പോവും. മനസ്സിലായോ? അതും ഇപ്പോൾ കൂട്ടും. പിന്നെ നമ്മൾ കൊറോണക്ക് നമ്മൾ കിറ്റ് കൊടുത്തപ്പോൾ നമ്മളതിനെ എതിർത്തു. പിണറായി എന്ത് ചെയ്തില്ലാന്നല്ല നമ്മൾ വെക്കണത്, ചെയ്യണീനെ നമ്മൾ എതിർക്കുകയാണ്. പിണറായി അത് ചെയ്തില്ല എന്നല്ല പറയണേ. നമ്മൾ ചെയ്യരുത് എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കണം. അപ്പം ജനങ്ങൾ കാണില്ലേ. ജനങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കാണുകയാണ്. ഇപ്പം ജനങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരും പിന്നെ ഈ നാട്ടിലെ ഇത് ഇപ്പോൾ ഈ വാർത്തയും ന്യൂസും എല്ലാ പേരും മൊബൈലും യൂട്യൂബും വാർത്തകളൊക്കെ കാണുന്ന ആൾക്കാർ. പിന്നെ നമ്മളെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ തല്ലൂടുക എന്നല്ല എന്താ ഉണ്ടാവുക? ഇത് പറഞ്ഞാൽ പിണറായി പറഞ്ഞതിൻ്റെ അപ്പുറം അങ്ങോട്ട് ഒരു കാമാന്ന് വേറൊരു അക്ഷരയിലുണ്ട്. ഈ 9 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ പേരിലോ ഒരു MLA പേരിലോ ഒരു പാർട്ടിയിൽ MLA പേരിലോ എന്തെങ്കിലും ഒരു അഴിമതി വന്നിക്കണമൊക്കെ ഒരു അഴിമതി ആരോപണം വന്നിട്ട് ആരോപണം നമ്മളിങ്ങനെ കൊണ്ടുവരാമെന്നല്ലാതെ പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതിലുണ്ട് നമ്മൾ ഹൈക്കോടതി പോയാൽ ചിരിളിഞ്ഞ് പോരല്ലേ. ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ കഴിഞ്ഞു? എന്തെല്ലാം കൊണ്ടു നമ്മൾ ഒന്നും വിജയിച്ചില്ലല്ലോ. പിന്നെ പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓല MLA മന്ത്രിമാരുള്ള മണ്ഡലത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യണത് എന്ന് നമ്മൾ വിചാരിക്കും. അതല്ലേ ഈ 140 മണ്ഡലത്തിലും ഇതേമാതിരി ചെയ്യുന്നുണ്ട്. 140 മണ്ഡലത്തിൽ ഇതേമാതിരി ചെയ്യുന്നുണ്ട്. ഈ കിഫ്ബി വകയിലുള്ള ഫണ്ട് എല്ലാ നമ്മളെ MLA കൂടുതൽ കിട്ടണത്. അപ്പോൾ ഈ പ്രതികാര രാഷ്ട്രീയം ഒന്നും ഓൽക്കില്ലേ. നമ്മൾ ഭരിച്ചിരുന്ന എന്താണ്, പ്രതിപക്ഷ MLA ഫണ്ട് കൊടുക്കൂല. അങ്ങനെയല്ലേ ഇരുന്നില്ലേ. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ഫണ്ട് കൊടുത്ത് നാട് മൊത്തം വികസിച്ച് എങ്ങനെയായാലും ഇപ്പോഴും പിണറായി പ്രസംഗിച്ചിടത്തും നമ്മുടെ പരിപാടി ആള് കണ്ടമാനം കൊടുക്കുന്നുണ്ടോ. നമ്മൾ പിന്നെ കലങ്കൗത്തി വെള്ളമൊഴിച്ചമാതിരി തന്നെ ആയിരിക്കും ഇപ്പം നമ്മൾ മിക്കവാറും തോന്നുന്നത്.
എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഒരു കൊല്ലം ബാക്കിയുണ്ട്. ആ കൊല്ലം ബാക്കിയുള്ളതിൽ ഇപ്പോൾ ഇനി എന്തൊക്കെ ജനങ്ങളിലേക്ക് ഇപ്പം ഇറങ്ങി ചെയ്തിട്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റൂല. കാത്തിരുന്ന് കാണാം. നമ്മളെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ ചേർന്ന് തിന്നോട്ടെ.